പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 36-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെപ്പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് മനുഷ്യ മക്കൾക്ക് കർത്താവ് നൽകുന്ന ഒരു വിലപ്പെട്ട സന്ദേശമാണ് ഇത്. ഓരോ മനുഷ്യനും തന്റെ ജീവിത അവസാനത്തെ പറ്റി ബോധമുള്ളവനായിരിക്കണം. ഒരു ചെടി മനുഷ്യൻ നട്ടുമുളപ്പിക്കുമ്പോൾ അവൻ മുൻകൂട്ടി കരുതുന്നു, ഇത് വളർന്ന് ഫലം കൊയ്ത് അത് ഈ വർഷം കഴിയുമ്പോൾ ഉറപ്പുള്ള തടിയാകും, പിന്നീട് ആവശ്യത്തിന് അതിനെ മുറിച്ച് ഉപയോഗിക്കാം. മറ്റുള്ളവയുടെ ആദ്യവും അവസാനവും ചിന്തിക്കുന്ന മനുഷ്യൻ ഒരിക്കലും തന്റെ ജീവിത അവസാനത്തെ പറ്റി ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ അത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ അവൻ തന്റെ ജീവിത അവസാനം വരെ ജീവിക്കുവാനുള്ള സമ്പത്തും സൗകര്യവുമായിട്ടല്ല കടന്നു വരുന്നത്. പകരം ഈ ലോകത്തിൽ അവൻ അത് നേടിയെടുക്കുന്നതാണ്. എന്നാൽ തന്റെ ജീവിതാന്തത്തിൽ ഈ ലോകത്തിൽ നിന്നും താൻ നേടിയതെല്ലാം സമ്പത്ത്, വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ, പെരുമ, പാരമ്പര്യം സർവ്വതും ഉപേക്ഷിച്ച് ദൈവം നൽകിയ ആത്മാവ് മാത്രമായാണ് അവൻ കടന്നു ചെല്ലുന്നത്. മനുഷ്യന്റെ ആത്മാവ് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണം. അവിടുന്ന് പറയുന്നു, നീ ഇനിമേൽ പാപം ചെയ്യരുത്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. സ്നേഹമുള്ളവരെ, പാപം കടന്നു വന്നത് പുറത്തു നിന്നാണ്. അത് തിരുവചനം വ്യക്തമാക്കുന്നു. അതായത് ദൈവ തേജസ്സിലായിരുന്ന ആദ്യ മാതാപിതാക്കളാകുന്ന കുടുംബത്തിൽ പുറത്തു നിന്നാണ് പാപ പ്രലോഭകനായി കടന്നു വന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പാപം കടന്നു കയറുവാൻ നാം അനുവദിക്കരുത്. അതിന് ഇടം കൊടുക്കുകയും അരുത്. ദൈവം മനുഷ്യന് ദാനമായി നൽകിയതാണ് തലമുറകൾ. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. വൃക്ഷം നല്ലതെങ്കിൽ അതിൻ്റെ ഫലവും നല്ലത് തന്നെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഫലങ്ങളാകുന്ന തലമുറകളെ ദൈവസന്നിധിയിൽ ഉയർത്തുക, ദൈവത്തിന് അവരെ സമർപ്പിക്കുക, എളിമയോടെ ദൈവഭക്തി അവർക്ക് കാണിച്ചു കൊടുക്കുക, ദൈവ ഇഷ്ടപ്രകാരം അവരെ വളർത്തുക. ഇല്ലെങ്കിൽ ദുഷ്ടനാകുന്ന സാത്താൻ പ്രലോഭനങ്ങളുമായി അവരിലൂടെ കടന്നു വരും. നീ അന്യായമായി തലമുറകൾക്ക് സമ്പാദിച്ചു കൂട്ടുന്നതിലുപരി ദൈവിക സമ്പത്തിന്റെ മേന്മ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നിന്റെ തലമുറകൾ അന്യം നിന്ന് പോകരുത്. ഈ ലോക സൗകര്യത്തിൽ മാത്രം വളർത്തുന്നതിന് നമ്മുടെ മുത്തുകളെ നാം പന്നിക്ക് ഇട്ടുകൊടുക്കരുത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ തിരിച്ചറിവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നാം ഇന്നു മുതൽ എൻ്റെ തലമുറകളെ ദൈവഹിതത്തിൽ നടത്തും എന്ന് തീരുമാനമെടുക്കട്ടെ. നമ്മുടെ പ്രവൃത്തികൾ ദൈവേഷ്ട പ്രകാരമാകുമ്പോൾ നാം ഒരിക്കലും പാപം ചെയ്യുകയില്ല. കർത്താവ് ആഗ്രഹിക്കുന്നതും ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം വിളിച്ചു പറയുന്നു: സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ഇന്ന് നമുക്ക് നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബത്തെ മുഴുവനായും ജീവിത പങ്കാളിയെയും സകലരെയും കർത്താവായ യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പറയാം: കർത്താവേ, അങ്ങാണ് എൻ്റെ സങ്കേതം, അവിടുന്നാണ് എൻ്റെ കോട്ട, എൻ്റെ പ്രാണനെ നയിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവവും യേശുവേ അവിടുന്ന് മാത്രമാണ്. അതിനാൽ കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ എൻ്റെ യേശുവേ, അങ്ങേക്ക് എന്നും മഹത്വം. ആമേൻ. നീ എൻ്റെ കോട്ടയും, ഓ എൻ്റെ യേശുവേ, നീ എൻ്റെ പ്രാണനാഥൻ. യേശുവേ, അവിടുന്നാണ് എൻ്റെ ദൈവം, നീ എൻ ദൈവം. നീ എൻ്റെ
സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ ഹൃദയമോടെ ഞാൻ ആരാധിക്കുന്നു കർത്താവേ. മുഖം കർത്താവേ, ഞാൻ അങ്ങയെ സേവിക്കുന്നു കർത്താവേ. സേവിച്ചിടും ഞാനൻ ഇതാ ഞങ്ങൾ ഏറ്റു പറയുന്നു, അടിയൻ ഇതാ കർത്താവേ. കർത്താവേ, എന്നെ ഒരുക്കണേ നാഥ. അടിയൻ ഇതാ നാഥ, എന്നെ പണിയണമേ നാഥ. ഓ എൻ്റെ യേശുവേ, നമുക്ക് പറയാം, കർത്താവായ യേശുവേ, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ. എന്നെ സൗഖ്യപ്പെടുത്തുന്ന വൈദ്യനും അവിടുന്ന് തന്നെ. കർത്താവേ, അവിടുന്നാണ് എൻ്റെ ആലംബം. യേശുവേ, അവിടുന്ന് മാത്രമാണ് എൻ്റെ ദൈവം. അതിനാൽ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി അങ്ങയെ ആരാധിക്കുന്നു. ഇന്നു മുതൽ കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും അങ്ങയെ സേവിക്കും നാഥ. കർത്താവേ, എന്നെ അങ്ങയുടെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴുകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ യേശുവേ, നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബ നീ എൻ ദൈവം. ഓ യേശുവേ, അങ്ങാണ് എൻ്റെ ദൈവം. നീ എൻ്റെ രക്ഷകനും ആമേൻ. നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹൃദയമോടെ എൻ്റെ ജീവകാലമെല്ലാം ഞാൻ അങ്ങയെ മുഖം ജീവകാലമെല്ലാം ഓ എൻ്റെ യേശുവേ, സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനിതാ നാഥ. ഓ നാഥ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും ഏറ്റുപറയുന്നു, അടിയനിതാ. കർത്താവേ, ഞങ്ങളെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണം. ഓ യേശുവേ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പറയാം, കർത്താവായ യേശുവേ, ഇന്നുവരെയും എന്നെ പാലിച്ച ദൈവം അവിടുന്ന് തന്നെ. അവിടുന്നാണ് എൻ്റെ ആശ്വാസമായ ദൈവം. ശത്രുക്കളിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന മറവിടവും യേശുവേ അവിടുന്ന് തന്നെയാണ്. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ ഏറ്റു പറയുന്നു. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നീ എൻ്റെ ആശ്വാസവും യേശുവേ, നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും ഓ യേശുവേ, സ്തോത്രം. നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം.
കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കും. പൂർണ്ണ ഹൃദയ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. തേടും നിൻ മുഖം യേശുവേ, ജീവകാലമെല്ലാം ആമേൻ. ദൈവമേ, സേവിച്ചിടും ഞാനൻ സർവ്വവും കർത്താവേ, ഞാൻ ഏറ്റു പറയുന്നു. നീയനെ ഓ, അടിയൻ അവിടെ തിരുമുമ്പിൽ നിൽക്കുകയാണ് ഈശോ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവ്വവുമായി അടിയനിതാണ്. അടിയനെ ഓ യേശുവേ, ഓ, ഞങ്ങൾക്ക് ഏറ്റു പറയുന്ന ഒരേ ഒരു നാമം യേശുവേ. അങ്ങേ ആരാധിക്കുന്നു യേശുവേ. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഓ, ഇത് ശ്രവിക്കുന്ന സകല മക്കളെയും ഈശോയെ ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങേക്ക് മഹത്വം. ആമേൻ, ആമേൻ. ഇന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിതരായ നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും കർത്താവായ യേശു തന്റെ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിങ്ങളേവരെയും പൊതിയട്ടെ എന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.